വിശുദ്ധ ഖുർആൻ യൂനുസ് നബിയുടെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള അവസ്ഥ വിവരിക്കുന്നതിങ്ങനെയാകുന്നു. അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ നല്ലവനായി തെരഞ്ഞെടുത്തു, എന്നിട്ട് അദ്ദേഹത്തെ സ്വാലിഹീങ്ങളുടെ സദവൃത്തരുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു. നിഷ്കളങ്കമായ പശ്ചാത്താപത്തിന് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലമാണ് നാമിവിടെ കാണുന്നത്. ഉപേക്ഷിച്ചുപോന്ന ജനങ്ങളിലേക്ക് വീണ്ടും ചെല്ലാനവസരം സിദ്ധിക്കുക, പ്രബോധനം രണ്ടാം തവണയും നടത്തുക. ഇതൊരു അപൂർവ സംഭവമാണ് എന്നല്ല, അപൂർവതയിൽ അപൂർവമാണ്. ചരിത്രം നമ്മെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർക്ക് പ്രബോധനത്തിന് ഒരു ഘട്ടമാണ് ലഭിക്കുക. പ്രബോധനം സിദ്ധിച്ചവർ രക്ഷപ്പെട്ടു, ധിക്കാരത്തോടെ അവഗണിച്ചവർ പരാജയപ്പെട്ടു. പിന്നെ ശിക്ഷ വരികയായി, നാശമായി, മറ്റൊരു സമൂഹത്തിന്റെ വരവായി. ഇവിടെ അതല്ല സംഭവിച്ചത്. നബി നാട് വിട്ടുപോയതിനു ശേഷം ജനങ്ങൾ നന്നായിത്തീർന്നു. ആ ജനതയിലേക്ക് യൂനുസ് നബി വീണ്ടും വന്നു, പ്രബോധനം നടത്തി. ഇത് അത്യപൂർവ സംഭവം തന്നെയാണ്. ഈ വചനത്തിനു ശേഷം നബി തങ്ങളോട് അല്ലാഹു എന്താണ് പറയുന്നതെന്ന് നോക്കാം. വിശ്വസിക്കാത്തവർ വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് താങ്കളെ അവർ ഇടറി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവനൊരു ഭ്രന്തൻ തന്നെ. ഖുർആനാകട്ടെ ലോകർക്കുള്ള പൊതുവായ ഉത്ബോധമല്ലാതെ മറ്റൊന്നുമല്ലതാനും. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ കേട്ടപ്പോൾ സത്യവിശ്വാസ നിഷേധികളിൽ കണ്ട കോപം, വിരോധം, ശത്രുതയുമാണ് ഇവിടെ വ്യക്തമായി കാണുന്നത്. വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിക്ക് മുഴുവനുള്ള ഉത്ബോധനമാകുന്നു. അതിൽ മനുഷ്യന്റെ സകല പുരോഗതിക്കുമുള്ള നിർദ്ദേശങ്ങളാണുള്ളത്. എന്നിട്ടും ശത്രുത തന്നെ പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിക്കാനുള്ള ധിക്കാരം കാട്ടി. വിശുദ്ധ ഖുർആനിൽ ദുന്നൂൻ എന്ന് യൂനുസ് നബിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മത്സ്യക്കാരൻ, മത്സ്യത്തിന്റെയാൾ എന്നൊക്കെയാണർത്ഥം. പഴയകാലത്ത് അറബിയിൽ മത്സ്യത്തിന് നൂൻ എന്ന് പറഞ്ഞിരുന്നു.